ഡിസ്കസ് ചെയ്യുന്നത് 10th മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെഗ്മെന്റ്സ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. സെഗ്മെന്റ്സ് ഓഫ് എ സർക്കിൾ. അപ്പൊ എന്താണ് ഈ ടോപ്പിക്കിൽ പറയണേ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരു സർക്കിൾ തന്നിട്ടുണ്ട് അല്ലെ. ഈ സർക്കിളിൽ നമ്മളിവിടെ കണ്ടു 2 പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പോയിന്റ് ഈ സർക്കിളിനെ 2 ആർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 2 ആർക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പൊ ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു സ്മോൾ ആർക്കും കണ്ടോ, ഇതില് ഈ ഗ്രീൻ കളറിലുള്ളത് ഒരു സ്മോൾ ആർക്കും അതേപോലെ തന്നെ ഈ ഓറഞ്ച് കളറിലുള്ളത് ഒരു വലിയ ആർക്ക്, ഒരു ബിഗ് ആർക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈക്വൽ ആയിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ആർക്ക് എന്ന് പറയുന്നത് മറ്റേ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് പറയുക. എന്താണ്? ഒരു ആർക്ക് മറ്റേതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് ആയിരിക്കും. രണ്ടും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫുൾ സർക്കിൾ കിട്ടും അല്ലെ. ഇനി നമുക്ക് ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. ഈ ആർക്കുകളുടെ സെൻട്രൽ ആംഗിൾ ഉണ്ടല്ലോ, അതായത് ഈ ആർക്കിന്റെ എൻഡ് പോയിന്റ്. ഞാനിതിനെ എ ബി എന്ന് പേര് കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് സെന്റർ ഉണ്ടാവും അല്ലെ, ഒ എന്ന് പേര് കൊടുക്കാം. അപ്പൊ ഈ ആർക്കിന്റെ എൻഡ് പോയിന്റ് ആയിട്ടുള്ള എയും ബിയും നമ്മൾ ആ സർക്കിളിന്റെ സെന്ററുമായിട്ട് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ ആണ് എന്ത്? ഈ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ആംഗിളും അതേപോലെ ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റ് ആർക്കാണ് ഇത് അല്ലെ. ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ് സി. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിൽ പോയിന്റ് മാർക്ക് ചെയ്യാം. ഈ എൻഡ് പോയിന്റ് സെന്ററുമായിട്ട് ജോയിൻ ചെയ്ത പോലെ ഈ എൻഡ് പോയിന്റിനെ ഞാനിവിടെ ഈ സി എന്ന് പറഞ്ഞ പോയിന്റുമായിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തു. അപ്പം ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവുന്നുണ്ടല്ലോ അല്ലെ. ഈ ആംഗിളും ഈ സെൻട്രൽ ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിക്കുന്നത്. ഈ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും ഈ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഈ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ദ ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദ എൻഡ് ഓഫ് എൻ ആർക്ക് ഓഫ് എ സർക്കിൾ. കണ്ട, ഈ ആർക്കിന്റെ എൻഡിലുള്ള 2 പോയിന്റിനെ നമ്മൾ ജോയിൻ ചെയ്യണത് ആരുമായിട്ട്? ടു എനി പോയിന്റ് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക്. ഓൾട്ടർനേറ്റ് ആർക്കിലത്തെ ഏതെങ്കിലും ഒരു പോയിന്റ്. ഈ സിക്ക് പകരം നമുക്ക് എവിടെ വേണമെങ്കിൽ പോയിന്റ് എടുക്കാം കേട്ടോ. ഇവിടെ എടുക്കാം, ഇവിടെ എടുക്കാം. അവിടെ ഏതെങ്കിലും പോയിന്റുമായിട്ട് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദ ആർക്ക്. ഈ ഒരു സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന് നേരെ ഹാഫ് ആയിരിക്കും. നമുക്കിതൊരു പിക്ചർ വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ആർക്കിന്റെ എൻഡ് പോയിന്റ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സിന്നും ഡിന്നും പേര് കൊടുക്കാം. ഇത് നമ്മുടെ സെന്റർ ഒ. കണ്ടോ, അപ്പൊ ഇവിടെ ആംഗിൾ എ ഒ ബി ആണ് ഈ ആർക്ക് എ ബിയുടെ സെൻട്രൽ ആംഗിൾ. അത് എത്രയാണ്? 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ സി ബി കണ്ടോ, സെയും എയും ബിയും ഇതിലത്തെ ഒരു സി എന്ന് പറഞ്ഞ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തതാ. അപ്പൊ ഈ 100ന്റെ ഹാഫ് എത്രയാണ്? 50. അതുപോലെ ഞാൻ വേറൊരു പോയിന്റ് എടുത്തു ഡി. അപ്പൊ അവിടെയും ഈ എ ഡി ബി എന്ത് വരും? ഈ 100ന്റെ ഹാഫ് തന്നെയാണ്, 50 തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ഇനി വേറൊരു പോയിന്റ് ഇവിടെ എടുത്തു ഇ. അത് ഇതുപോലെ എയും ബിയും ആയിട്ട് ജോയിൻ ചെയ്താൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ത് തന്നെയായിരിക്കും? 50 തന്നെയായിരിക്കും. അതാണ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ദ ആംഗിൾസ് മെയ്ഡ് ബൈ ജോയിനിങ് ദീസ് പോയിന്റ്സ് ടു എനി പോയിന്റ് ഓൺ ഓഫ് ദ ആർക്സ് ആർ ഓൾ ഈക്വൽ. കണ്ട, ഇത് 50 ആണ്. അതുപോലെ വേറൊരു പോയിന്റിൽ നോക്കി, അപ്പോഴും ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് തന്നെ വരിക, അതും 50 ആണ്. ഇനി ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കിയാലേ അവിടെയും 50 തന്നെയായിരിക്കും. എത്രയാണോ സെൻട്രൽ ആംഗിൾ അതിന്റെ ഹാഫ്. അപ്പൊ ഇവിടെ ഉണ്ടാക്കുന്ന ഈ എല്ലാ ആംഗിളും, അപ്പൊ ഓൾട്ടർനേറ്റ് ആർക്കിലത്തെ ഏത് ആംഗിൾ എടുത്താലും അതെല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി നമുക്ക് പറയാനുള്ളത് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദീസ് പോയിന്റ്സ് ടു പോയിന്റ് ഓൺ വൺ ആർക്ക്. അതായത് ഇതിപ്പോ ഞാൻ ഈ ഒരു ഇത് കൂടി പറഞ്ഞുതരാം. സെയിം ഇതിപ്പോ ഇവിടെ സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി ആണല്ലോ. അപ്പൊ ഇതിന്റെ ബാക്കി എത്രയാ വരിക? മൊത്തം ഇത് 360 ഡിഗ്രി ആണ്. അപ്പൊ അതിന്റെ ബാക്കി എത്ര വരും? 260 ഡിഗ്രി. അപ്പൊ ഈ വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 260 ഡിഗ്രി. അപ്പൊ താഴെയുള്ള ആർക്കില് അത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണല്ലോ. അവിടെ കണ്ടോ ഈ ഒരു പോയിന്റ്, ഇത് നമുക്ക് ഇ ഡി എന്നൊക്കെ പേര് കൊടുക്കാം. അപ്പൊ ഇവിടെ കണ്ടോ ഈ 260യുടെ ഹാഫ് 130. കണ്ടോ, അപ്പൊ ഇവിടെയുള്ള എല്ലാ ആംഗിളും എത്രയായിരിക്കും? 130 ആണ്. അതായത് ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്. ഇനി അടുത്തൊരു റിലേഷൻ പറയുന്നത് ഒരു മൂന്നാമത്തെ കാര്യം. ഇത് നമ്മുടെ ആദ്യത്തെ നമ്മുടെ ഈ ഒരു ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് അല്ലെ. നമുക്ക് 50 എന്ന് കിട്ടി. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പൊ താഴത്തെ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 130 എന്ന് കിട്ടി. ഇനി ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കണത്. അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അതെന്താണ്? ഈ ആർക്കിലത്തെ ഒരു ആംഗിളും
ഓൾട്ടർനേറ്റ് ആർക്കിലത്തെ ഒരു ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കിയാൽ 130 + 50 എത്രയാണ് 180 ആയിരിക്കും. കാരണം ഇതിന്റെ സെൻട്രൽ ആംഗിളും ഇതിന്റെ സെൻട്രൽ ആംഗിളും രണ്ടിന്റെ സെൻട്രൽ ആംഗിൾ കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാ 360 ഡിഗ്രി ആണല്ലേ. അപ്പൊ ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഇത്, ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് ഇത്. അപ്പൊ മൊത്തത്തിൽ എത്രയാണ് 360യുടെ ഹാഫ് 180 ഡിഗ്രി. അപ്പൊ ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. എന്താണ് ഈ ഓൾട്ടർനേറ്റ് ആർക്കിലത്തെ ഓരോ ആർക്കിലത്തെയും ഒരു ആംഗിള്, മറ്റേ അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലത്തെ ഒരു ആംഗിള് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 180 ഡിഗ്രി. അത് അവർ ജസ്റ്റ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. എന്താണ് സെൻട്രൽ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ സെൻട്രൽ ആംഗിള് ജനറൽ ആയിട്ട് സി എടുത്തു, ഇതിന്റെ സെൻട്രൽ ആംഗിൾ സി ആണ്. അപ്പോ മുകളിലുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരും 360 - സി അല്ലെ. ഇത് എത്രയാണോ അത് 360 മൈനസ് ചെയ്യാം. അപ്പൊ 360 - സി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് സി ആണെങ്കിൽ അതിന്റെ ഇത് കണ്ടോ, ഈ ഒരു ഓൾട്ടർനേറ്റ് ആർക്കിലത്തെ ആംഗിൾ അതിന്റെ ഹാഫ്, അപ്പൊ ഹാഫ് സി. ഇത് 360 - സി ആണെങ്കിൽ ഈ ഒരു ഓൾട്ടർനേറ്റ് ആർക്കിലത്തെ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഹാഫ്. 360യുടെ ഹാഫ് 180യും സിയുടെ ഹാഫ് ഹാഫ് സിയും. അങ്ങനെയാണ് ഇത് 180 - ഹാഫ് സി എന്ന് എഴുതിയത്. കണ്ടോ, ഹാഫ് സി പ്ലസ് 180 - ഹാഫ് സി. ഈ രണ്ട് ഹാഫ് സിയും ഇവിടെ ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്ത് വരും 180 കിട്ടും. അപ്പൊ ദ സം ഓഫ് ദ ആംഗിൾസ് മെയ്ഡ് ബൈ 2 points on a circle at points on one of the arcs and the alternate arc. ഒന്ന് ഒരു ആർക്കിലും മറ്റേത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലും ആയിരിക്കണം. ആ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 180 ഡിഗ്രി. അപ്പൊ ഇത്രയും 3 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം സംഭവം നമുക്ക് സെഗ്മെന്റ് വെച്ചിട്ട് പറയാം. അപ്പൊ എന്താണ് സെഗ്മെന്റ്? ഇപ്പൊ നമ്മൾ ആർക്ക് വെച്ചിട്ട് പറഞ്ഞില്ലേ. ഇനി നമ്മൾ ഒരു സർക്കിളിനെ കണ്ട ഇങ്ങനെ ഒരു കോഡ് വരച്ചു, കണ്ടോ കോഡ് AB കണ്ടോ. ഈ കോഡ് AB ഈ സർക്കിളിനെ എന്ത് ചെയ്യുന്നു 2 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇത് ആദ്യത്തെ ഒരു പാർട്സ്, ഇത് രണ്ടാമത്തെ പാർട്സ്. ഇവിടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് വലുതും ഒന്ന് ചെറുതായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഓരോ പാർട്സിനെ പറയുന്ന പേരാണ് എന്ത് സെഗ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സെഗ്മെന്റ് ആണ്, ഇത് ആ സർക്കിളിന്റെ വേറൊരു സെഗ്മെന്റ് ആണ്. അപ്പോൾ ഒരു സെഗ്മെന്റിനെ മറ്റേ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്ന് പറയും. നമ്മൾ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആർക്കിന്റെ 3 റിസൾട്ടുകൾ പഠിച്ചുല്ലോ. ആ 3 റിസൾട്ട് നമുക്ക് സെഗ്മെന്റിന്റെ ടേംസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ഈ ഒരു സെഗ്മെന്റിലെ നമ്മൾ സെൻട്രൽ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും അതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. അതേപോലെ ഓരോ സെഗ്മെന്റിലത്തെ ഏത് ആംഗിൾ എടുത്താലും കണ്ടോ, ഇവിടെ 2 ആംഗിൾ എടുത്തിട്ടുണ്ട്. ഈ 2 ആംഗിൾ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ ഒരു സെഗ്മെന്റിന്റെ ഒരു ആംഗിളും അതേപോലെ തന്നെ മറ്റേ സെഗ്മെന്റിന്റെ ഒരു ആംഗിളും ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക് 180 ഡിഗ്രി കിട്ടും. അപ്പൊ ആർക്കിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെഗ്മെന്റിലും പറയാനായിട്ട് സാധിക്കും. കണ്ടോ, ഇൻ എ സർക്കിൾ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഒരു സെഗ്മെന്റിലത്തെ ഏത് ആംഗിൾ എടുത്താലും അതെല്ലാം ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഒരു സെഗ്മെന്റിലത്തെ ആംഗിളും അതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലത്തെ ആംഗിളും കൂടിയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയാണ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ നമ്മൾ പഠിച്ച 3 കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. അത് ആർക്കിലും പറയാം, നമുക്ക് സെഗ്മെന്റിലും പറയാം. AB എന്ന് പറഞ്ഞ കോഡ് ഈ സർക്കിളിനെ 2 പാർട്സ് ആക്കുന്നു. ഓരോ പാർട്സിനെ നമുക്ക് സെഗ്മെന്റ് എന്ന് പറയാം. ഒരു സെഗ്മെന്റ് മറ്റേ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ്. ഇനി നമ്മുടെ ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിള്. പിന്നെ ഒരു സെഗ്മെന്റിലത്തെ ഏത് ആംഗിൾ എടുത്താലും അതെല്ലാം ഈക്വൽ ആയിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സെഗ്മെന്റിലത്തെ ഒരു ആംഗിളും ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലത്തെ മറ്റേ ആംഗിളും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു 3 പോയിന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഈ ഒരു 3 പോയിന്റ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റി ആണ് നമുക്ക് അടുത്ത പേജിൽ വരുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്